വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. നടുവുവേദന, കഴുത്തുവേദന, പുറംവേദന, ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, താക്കോൽദാര ശസ്ത്രക്രിയകൾ, സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ, നട്ടെല്ല് രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം. കൂടുതൽ വിവരങ്ങൾക്ക് 9188401016 മാക്സ് കെയർ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. കോൺഗ്രസ് വന്യജീവി പ്രശ്നം ഉയർത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. വൈകിയെങ്കിലും അവർക്ക് യാഥാർത്ഥ്യബോധ്യം ഉണ്ടാകുന്നത് സ്വാഗതാർഹമാണെന്നും ഏത് തെരഞ്ഞെടുപ്പിലും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നും M. സ്വരാജ് പറഞ്ഞു. നാടിന്റെ വികസന സാധ്യതകളും പ്രശ്നങ്ങളും ജനക്ഷേമ പദ്ധതികളും ചർച്ച ചെയ്യുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അർത്ഥപൂർണമായി മാറുക എന്നും നിർഭാഗ്യവശാൽ തുടക്കം മുതൽ സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം. അതിനെയാണ് തങ്ങൾ വിമർശിച്ചതെന്നും സ്വരാജ് പറഞ്ഞു. മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വന്യജീവി ആക്രമണം നിലമ്പൂർ മണ്ഡലത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. പ്രദേശത്തെ മലയോര കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മലയോര കർഷകരുടെ ജീവനും കൃഷിവിളകൾക്കും സ്വത്തിനും ഒരു പരിഗണനയും കൊടുക്കാത്തതാണ് വന്യജീവി സംരക്ഷണ നിയമം. അത് ഭേദഗതി ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. M. സ്വരാജ് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് വരുമ്പോൾ അസ്വസ്ഥരാവുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു മുന്നണിയുടെ പ്രചാരണത്തിന് ആര് വരണമെന്ന് മുന്നണിയല്ലേ തീരുമാനിക്കുക? മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിന്റെ പ്രതികരണമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ അസ്വസ്ഥതയ്ക്ക് പരിഹാരമൊന്നുമില്ല, സ്വരാജ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശത്തെയും സ്വരാജ് വിമർശിച്ചു. ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ ഉപരോധത്തെ തുടർന്ന് കുറച്ചു മാസം കുടിശ്ശികയായിരുന്നു. അത് പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്. എടുക്കാൻ നിയമവുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുന്നതാണ് നല്ലത്. 60 ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. LDF സർക്കാർ വന്നതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാവുകയാണ് ചെയ്തത്. കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 1600 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ? വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകും. പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചതിലെ ഹൃദയചൂരതയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.